ആരും ഇതിലേക്ക് പറഞ്ഞു തരാൻ വരുന്നില്ല. തെറ്റുകേട് ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കിയതും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ആ മനുഷ്യനാണ് ഇനി പറഞ്ഞതിൽ എന്നെ ഭയങ്കരമായിട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോവുമായിട്ടാണ്. നമുക്കൊരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കാരണം ഞാൻ ഒരു ആപ്പിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് മാക്സിമം കാണുന്നവർ, ഏറ്റവും കൂടുതൽ മക്കളുള്ള കൊച്ചുമക്കളൊക്കെ ഉള്ള അമ്മമാർ, ഏറ്റവും കൂടുതൽ അമ്മമാരും അച്ഛന്മാരും ഇത് കാണാനും ഇതിനെപ്പറ്റി അറിയില്ലാത്ത ആളുകൾ ഇതൊന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. ഇത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫ്രണ്ട് ആപ്പ്. അപ്പം ഇതെന്താണ് സംഭവം, എന്താണ് ഇതിൻ്റെ അകത്തെ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത് ഫോണിൽ. ഒത്തിരിയേറെ സെലിബ്രിറ്റീസ് വന്ന് പറയുന്നുണ്ട് നല്ല ആപ്പാണ്, നമുക്ക് ഒത്തിരിയേറെ ഫ്രണ്ട്സിനെ നമുക്ക് എന്താ പറയുക ഉണ്ടാക്കാൻ സാധിക്കും, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ പറ്റും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ആൻഡ് ഇതൊരു ഭയങ്കരം ഒരു ഹൈ ലെവലിലാണ് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഗ്രോത്ത് തന്നെ. അപ്പം ഇതെന്താണ്, ഇതിനെന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടോ, അതും എല്ലാം പോസിറ്റീവ് സൈഡാണോ, നല്ല ഫ്രണ്ട്സ് ആണോ, നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറ്റും, പക്ഷെ നമ്മുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളും നൽകാൻ പറ്റില്ല എന്നിങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം അത് നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത്. ഞാൻ വെറും 3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട്. ഞാൻ ഇന്ന് അത് ഡിലീറ്റ് ആക്കി, അത് അൺഇൻസ്റ്റാളും കൂടെ ആക്കി കളഞ്ഞു. കാരണം ഈ ആപ്ലിക്കേഷൻ നമുക്ക് ആർക്കും ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ല. കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ കുറേയേറെ ആളുകളിലേക്ക് നമ്മൾ ഓഡിയോ കോളും ഉണ്ട്, വീഡിയോ കോളും ഉണ്ട്. ഇതിൻ്റെ ഈ ട്രെയിനിങ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും പൈസ ഏൺ ചെയ്യാൻ പറ്റും. അതായത് ബോയ്സ് ഇതിലേക്ക് പൈസ ആഡ് ചെയ്ത് വെച്ചാൽ റീചാർജ് ചെയ്ത് ഇത്ര രൂപ ഏണിങ്സ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഫോണിൽ ഇത് വിളിക്കാനും യൂസ് ചെയ്യാനും പറ്റുള്ളൂ. പക്ഷേ ഗേൾസിന് ഈ ഓരോ മിനിറ്റിന് ഓരോ റോസസ് വരും, അതിൽ നിന്ന് നമുക്ക് അത് ഏൺ ചെയ്യാൻ പറ്റും, നമുക്കത് വിഡ്രോ ചെയ്യാനും പറ്റും. അത് പറ്റുമോ എന്ന് ഞാൻ ട്രൈ ചെയ്തു, അത് നമുക്ക് പറ്റുന്നതാണ്, ഒരു കുഴപ്പമില്ല. നമുക്ക് സംസാരിക്കുന്ന ഓരോ മിനിറ്റിനും നമുക്ക് 5 മിനിറ്റ്സ് ആ ഒരു ഇതിലാണ് വരുന്നത്. നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നമുക്കത് ആ രീതിയിലെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് അവരതിൻ്റെ ഒരു സെറ്റിങ്സ് വെച്ചിരിക്കുന്നത്. ആൻഡ് നമ്മൾ ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ ഞാൻ ആദ്യത്തെ ദിവസം യൂസ് ചെയ്തപ്പോൾ എനിക്കിതൊന്നും അറിയില്ല, ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഡേ ആകുമ്പോൾ ഇച്ചിരി കൂടെ കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് മനസ്സിലാവുന്ന ഒരു രീതിക്ക് ആയി വന്നു. അപ്പം ഞാനിത് എല്ലാവരോടും ഈ എനിക്ക് തോന്നുന്നു ഞാനൊരു 6 to 7 മെമ്പേഴ്സിനെ എങ്ങാണ്ടായിട്ട് ഞാൻ ഓഡിയോ കോളിലൊന്ന് സംസാരിച്ചിട്ട് പോലും ഉള്ളൂ, അല്ലാതെ ആരെയും ഞാൻ സംസാരിക്കാനും പറ്റിയിട്ടില്ല. ദെൻ നമ്മൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറേ ബോയ്സ് ട്രെയിനിങ് റൂം എന്ന് പറഞ്ഞൊരു റൂമുണ്ട്. അവിടെയാണ് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അപ്പുറത്ത് രണ്ടും വേറെ പല റൂംസ് പോലെ ഉണ്ട്, ഗ്രൂപ്പ് ട്രെയിനിങ് അങ്ങനെയൊക്കെ ഉണ്ട്. അതിൻ്റെ അത് ഗ്രൂപ്പായിട്ടൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറയുന്നവരുണ്ട്, അത് വലിയ ഇഷ്യൂ ഇല്ലാതെ അത് പോകുന്നുണ്ട്. പക്ഷേ ഈ ബോയ്സ് ട്രെയിനിങ് റൂമിലാണ് കൂടുതലും ആൾക്കാർ വരുന്നത്. അപ്പം ആളുകൾ വരുമ്പം അതിൻ്റെ അകത്ത് നമ്മൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഓഡിയോ കോളിലേക്ക് കൊടുക്കുന്നുണ്ട്. വീഡിയോ കോൾ നമുക്കൊക്കെ കൂടുതൽ പൈസ പ്രൊവൈഡ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടോ അതോ ഇതിന് പോസിറ്റീവ് സൈഡ് മാത്രമേ ഉള്ളൂ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതും യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയത്. അപ്പം ഈ വരുന്ന ആളുകൾക്കെല്ലാം ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കും തന്നെ നമ്മളൊരു ഫ്രണ്ട്ലി ടോക്കല്ല എല്ലാവർക്കും വേണ്ടത്, എല്ലാവർക്കും ഒരു ഓപ്പൺ ടോക്കാണ് വേണ്ടത്. ദാറ്റ് മീൻസ് അറിയത്തില്ലാത്ത കാരണവന്മാർക്ക് വേണ്ടി പറയുകയാണ്, എല്ലാവർക്കും സെക്സ് റിലേറ്റഡ് ടോക്സിനോടാണ് കൂടുതലായിട്ടും താല്പര്യം. ആർക്കും അല്ലാതെ ഒരു കാര്യങ്ങളിലേക്ക് താല്പര്യമില്ല. സോ ഇത് കംപ്ലീറ്റ്ലി ഞാൻ വിളിച്ച് എല്ലായിടത്തും കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത്. ആൻഡ് ആഫ്റ്റർ ഓൾ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് മാരീഡ് ആണോ, ഏജ് എത്രയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതായത് കിളവി സ്റ്റൈലാണോ യങ്സ്റ്റർ ആണോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. പിന്നീട് ഞാൻ ഈ ആപ്ലിക്കേഷനെ പറ്റി കുറേ എല്ലാവരോടും ചോദിച്ചിട്ടും ആരും ഓപ്പണായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഇതിലേക്ക് വിളിക്കണ ആളുകൾ ആരെങ്കിലും ഇതിനെപ്പറ്റി എന്താണ്, ഞാൻ ഇപ്പം
ഒരാൾ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനോ ഇതെന്താണെന്ന് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ എനിക്കിത് അറിയേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് എന്താണ്, ഇത് എന്തുകൊണ്ട് ക്രിയേറ്റ്, കാരണം എനിക്കും 2-3 കുഞ്ഞുങ്ങളുണ്ട്. അവർ ഫ്യൂച്ചറിൽ വളർന്നു വരുമ്പോൾ അവരിത് യൂസ് ചെയ്യുമ്പോൾ ഇതിന് പോസിറ്റീവ് സൈഡ് ആണോ അതോ നെഗറ്റീവ് സൈഡ് ആണോ ഇതിനുള്ളത് എന്ന് എനിക്കറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തത് എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. സോ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ മൊമെൻറ്റ് ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മോളെ ഈ ആപ്ലിക്കേഷൻ ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, ഇത് നോർമലായിട്ട് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര മോശമായ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് യൂസ് ചെയ്യാൻ പറ്റുകയില്ല നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ സെക്സ് ആൻഡ് സെക്സ്വലി റിലേറ്റഡ് ആൻഡ് ഓപ്പൺ ടോക്സിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആപ്പാണ്. അത് കേട്ടപ്പം ശരിക്കും ഞാൻ വണ്ടർ അടിച്ചു പോയി. കാരണം അതിന് അത്രമാത്രം ഹൈലി ഇതായിട്ടാണ് നമ്മുടെ ഫ്രണ്ട് ആപ്പ് ഇപ്പം കയറി വരുന്നത്. ആ ടൈമിലാണ് ഇങ്ങനെ ഒരു ഡ്രോബാക്ക് ഞാൻ കേട്ടത്. അത് കഴിഞ്ഞ് ഞാൻ ആ പുള്ളിയോട് തന്നെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, മോക്കൊരു കാര്യം അറിയാമോ, ഇതിൻ്റെ അകത്ത് ഓഡിയോ കോളും ഉണ്ട് വീഡിയോ കോളും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഓഡിയോ കോൾ ചെയ്യുമ്പോഴും എല്ലാവരും സംസാരിക്കുന്ന ഈ സെക്സ് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. അതുപോലെ വീഡിയോ കോളിലൊക്കെ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ ചോദിച്ചു, ഇതിനകത്തുനിന്ന് നമ്മുടേതായ വേറെ ഇൻഫോർമേഷൻസ് ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഷെയർ ചെയ്താൽ ഇതാകും എന്നൊക്കെ, നമുക്ക് ബ്ലോക്ക് ചെയ്യാം എന്നൊക്കെ ഒത്തിരി ഇതുണ്ടല്ലോ എന്ന്. അപ്പോൾ എന്നോട് അവർ ചോദിച്ചൊരു കാര്യമാണ്, പുള്ളിക്കാരൻ പറഞ്ഞു തന്നൊരു കാര്യമാണ്, മോളെ ഇതിനൊരു പ്രത്യേകതയുണ്ട്, നമുക്ക് ടൈപ്പ് ചെയ്തോ മെസ്സേജ് അയച്ചോ നമുക്ക് ഒരു കാര്യങ്ങളും നമ്മളുടേത് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഫോൺ നമ്പർ ഞാൻ മോക്ക് തരുവാണ്. എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറഞ്ഞു, മോക്കൊരു പേപ്പറും പേനായി എടുത്ത് എഴുതിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് എവിടെയെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പുള്ളി പറഞ്ഞതെന്ന് നോക്കി, ശരിയാണ്, അത് ബ്രേക്ക് ആവണില്ല, അത് സ്പ്ലിറ്റ് ആവണില്ല, അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് ID, ഇൻസ്റ്റാഗ്രാം ID, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമ്മുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും നമുക്കതിൽ കൂടെ ഷെയർ ചെയ്യാൻ പറ്റും. ഷെയർ ചെയ്യാൻ പറ്റുക നമ്മൾ ഓഡിയോ കോളിലോ വീഡിയോ കോളിലോ ചിലപ്പോൾ നമുക്കിത് മുഴുവൻ പറഞ്ഞു കൊടുത്ത് ഒരാളെ കണ്ട് അപ്പുറത്തിരിക്കുന്ന ആൾ എഴുതിയെടുത്താൽ ഇത് എന്താ പറയുക, ഇതാവുന്നില്ല, ജമാവോ പ്രശ്നങ്ങളോ ഒന്നും ഇതിന് വരുന്നില്ല, എല്ലാവർക്കും ചെയ്യാം. അതുപോലെ ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അറൗണ്ട് ഒരു 25 ഇയേഴ്സ് 25 അൺമാരീഡ് ആയിട്ടുള്ള ഗേൾസാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്. മാരീഡ് ആയിട്ടുള്ള ആളുകൾ അധികം യൂസ് ചെയ്യുന്നില്ല. എന്നോട് എല്ലാവരും ഈ ഓഡിയോ കോൾ വരുന്നവർ ചോദിച്ചാണ്, നിങ്ങളുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഈ ആപ്ലിക്കേഷൻ യൂസ്? കാരണം എനിക്ക് ഈ ആപ്ലിക്കേഷനെ പറ്റി കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിന് പ്രോബ്ലം ഒന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാരണം എനിക്കിതിൻ്റെ ഡീറ്റെയിൽഡ് അറിയണമായിരുന്നു. ബട്ട് ഇങ്ങനെയുള്ള ടോക്സിന് ഞാനും നിന്ന് കൊടുക്കാറില്ല. അപ്പം നമ്മൾ മാറ്റി വിടുന്നു. ആരും ഇതിനെപ്പറ്റി ഞാൻ 2 ദിവസം ആയതുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതെന്താണെന്നൊന്ന് ഡീറ്റെയിൽഡായിട്ട് പറയാൻ വെച്ചാൽ ആരും ഇതിലേക്ക് പറഞ്ഞു തരാൻ വരുന്നില്ല. ആരും അതിനുവേണ്ടി ഒരു മുതിരില്ല, എല്ലാവരും കട്ട് ചെയ്തു അങ്ങ് പോവുക. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേനുമാണ് ഇങ്ങനെ ഒരാൾ പറഞ്ഞു, മോളെ ഞാൻ പറഞ്ഞു എനിക്ക് 2 കുഞ്ഞു പിള്ളേരുണ്ട്, അപ്പോൾ അവർ വളർന്നു വരുന്ന കാലത്ത് അതുങ്ങളിത് യൂസ് ചെയ്യുമ്പം ഇതിൽ എന്തെങ്കിലും തെറ്റുകേട് ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതും ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കിയതും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ആ മനുഷ്യനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുപോലെ പുള്ളി പറഞ്ഞതിൽ എന്നെ ഭയങ്കരമായിട്ടും ഹർട്ട് ചെയ്ത ഒരു ഭാഗവും കാര്യവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടീനെ ഒരു 10ാം ക്ലാസ്സുകാരൻ ഫോൺ ചെയ്തു. ഇതുപോലെ ഓഡിയോ കോളിൽ വന്നു. ഓഡിയോ കോളിൽ വന്നിട്ട് അവൻ സംസാരിച്ച രീതി, അവൻ്റെ ടോക്കിംഗ് ബിഹേവിയർ, അതാണ് ആ ചേട്ടൻ എടുത്തു പറഞ്ഞത്. ആ പെൺകുട്ടി പറയാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്, സെക്സിനെ പറ്റി പറയണത് കേട്ടിട്ട് എൻ്റെ തല തന്നെ ചേട്ടാ മരച്ചുപോയി. 10ൽ പഠിക്കുന്ന കൊച്ചാണ്, അറൗണ്ട് 15 അല്ലെ 14 ഇയേഴ്സ് ഏജ് ഉള്ള ഒരു കുഞ്ഞ്, ഒരു ചെറുക്കൻ കൊച്ച് സംസാരിച്ച രീതിയാണ് അത്രയും ഏറെ ഞാൻ പേടിച്ചിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ട് പോയി. അത്രയും പറ്റില്ലായിരുന്നു. അത്രയും കൊച്ചു നമ്മളോട്, ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ എങ്ങാണ്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ കൊച്ച് ഇത് പറഞ്ഞ കാര്യം കേട്ടിട്ട് ആ കുട്ടിക്ക് തന്നെ എന്തോ ഇതായിട്ട് അവൾ കട്ട് ചെയ്തിട്ട് പോയി. അവൾ ഈ മനുഷ്യനോട് ഇങ്ങനെ ഷെയർ ചെയ്യുവാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്,
ഈ ഇതുപോലെ നമ്മുടെ ഈ ബാംഗ്ലൂർ സൈഡ് എറണാകുളത്തൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളാണ് കൂടുതലും ഈ ആപ്ലിക്കേഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാ കാർന്നോമാരും ശ്രദ്ധിക്കാൻ വേണ്ടി എടുത്ത് ഞാൻ പറയുവാണ്. ഒത്തിരിയേറെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവർ ഈ ഇത് വെച്ചിട്ട് ഫോൺ നമ്പേഴ്സ് ഇവരുടേത് ഷെയർ ചെയ്യും. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ നമ്പർ സ്പ്ലിറ്റ് ആവില്ല. ഇവർ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്ത് ഇവർ ഷെയർ ചെയ്തിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇവർ സൺഡേയ്സും സാറ്റർഡേയ്സും ഫ്രീ ഉള്ള ദിവസങ്ങളിൽ ഇവർ തമ്മിൽ കാണാൻ സാഹചര്യം ഉണ്ടാക്കി വന്ന് സെക്ഷലി ഇതിന് വേണ്ടിയിട്ട് ഇവർ പോവുകയാണ്. ഫോർ 10,000 rupees പെർ ഡേ, ഒരു ദിവസത്തിന് 10,000 രൂപ കണക്കിന്. ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് പറഞ്ഞൊരു കാര്യം, മോളെ ഇന്നത്തെ കാലത്തെ പിള്ളേർ ഭയങ്കര അടിച്ചുപൊളി ടൈപ്പാണ് ആൻഡ് അവർ ഭയങ്കര ഫാഷനബിളാണ്. അപ്പം അവർക്ക് ജീവിക്കണമെങ്കിൽ അവർക്ക് ഭയങ്കര എക്സ്പെൻസസ് ആണ്. ഈ എക്സ്പെൻസ് എല്ലാം കൂടെ അവർ വെറുതെ നടന്നാൽ അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പം ഇത് എക്സ്പെൻസസ് എല്ലാം ഇവരുടെ ഇത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇവർ അതല്ലേ പറഞ്ഞ സൺഡേസിൽ അമ്മേ ഞങ്ങൾ ഇന്ന് വരുന്നില്ല, ഞങ്ങൾക്ക് ഇന്ന് ഹോസ്റ്റലിൽ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാരണവന്മാരെന്ത് വിചാരിക്കും? അതായിക്കോട്ടെ, പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും പഠിക്കാൻ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളുണ്ട്. ഞങ്ങളൊക്കെ ആണെങ്കിൽ കോളേജിലൊക്കെ പഠിച്ച സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് പുറത്ത് പോകില്ല, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിച്ചത്, ബാംഗ്ലൂർ സൈഡാണ് പഠിച്ചത്. സോ അപ്പം നമ്മൾ പഠിക്കാൻ ഇരിക്കുന്ന ടൈംസ് ഞങ്ങൾക്ക് സൺഡേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ, ഞാൻ നേഴ്സിംഗാണ് പഠിച്ചത്. സോ സൺഡേസ് എന്ന് പറയുന്ന ദിവസം എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് രാവിലെ ഹോളിമാസാണ്, രാവിലെ കുർബാനയ്ക്ക് പോകണം. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എഴുതാൻ ഒരു മല്ല പോലെ കാണും. നമ്മുടെ കേസ് സ്റ്റഡി, കെയർ പ്ലാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ നേഴ്സിങ്ങിനോ വേറെ എന്തെങ്കിലും കോഴ്സസിന് പഠിക്കുന്നവരാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നമുക്ക് എഴുതാനും പിറക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ വാഷിങ് കാര്യങ്ങൾ, കാരണം ബാക്കി 5-6 days ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബിസി ആയിട്ടുള്ള ദിവസം സൺഡേസ് ആണ്. അന്നേരം നമ്മൾ വിചാരിക്കും ഓക്കെ ആയിക്കോട്ടെ ഇന്ന് വരുന്നില്ല എന്ന്. ബട്ട് ഈ കുട്ടികൾ ആ സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരിതിനെ മാറ്റി വെച്ച് അവർ ഈ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ ആ പുള്ളിക്കാരൻ പിന്നീടും പറയുന്നൊരു കാര്യമുണ്ട്, മോളെ ഇതിപ്പം നമ്മളാരും വിചാരിക്കണ രീതിക്കല്ല. നമ്മൾ വെച്ചാൽ പേരൻസിൽ ഇന്ന് രാവിലെ ഒരു ചെറുക്കൻ കോഴ്സ് വിളിച്ചപ്പം കോൾ ചെയ്ത് പോകാൻ എനിക്ക് എൻ്റെ ഫോണിലെ റീചാർജ് തീർന്നു പോയി, ഞാൻ രാവിലെ അമ്മയുടെ ഫോൺ എടുത്ത് റീചാർജ് ചെയ്തിട്ട് ഞാൻ കഷ്ടപ്പെട്ട് വിളിക്കുവാണ് എന്നാണ് ഒരുത്തൻ പറയുന്നത്. അപ്പം ഇങ്ങനെ ചോദിക്കുമ്പം അവർ പറയുന്ന, എൻ്റെ അച്ഛൻ ഗൾഫിലാണ്, എൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. അച്ഛൻ ഗൾഫിൽ കിടന്ന് പൈസ ഉണ്ടാക്കുന്നു, മകൻ ഫോൺ റീചാർജ് ചെയ്യുന്നു, മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ കുഞ്ഞുമക്കളെ ശ്രദ്ധിക്കണം. അതുപോലെ കാരണവന്മാർ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനെ പറ്റി എല്ലാവരും പോസിറ്റീവ് തരുമ്പം നമ്മൾ പോസിറ്റീവ് തരുന്ന കാര്യങ്ങൾ മാത്രം എല്ലാവരും ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പോസിറ്റീവായിട്ട് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. അതിൻ്റെ അകത്ത് നെഗറ്റീവ് സൈഡ് ആരെങ്കിലും പറയുന്നുണ്ടോ, അതിൻ്റെ ഡ്രോബാക്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മളെല്ലാവരും 100% ശ്രദ്ധിക്കണം. നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പെൺകുട്ടീനെ എനിക്ക് 8 വയസ്സ് 9 വയസ്സായിട്ടാണ്ട് ആ ഒരു കൊച്ചിനെ പീഡിപ്പിച്ച്, ഇപ്പം അതിന് 18 വയസ്സെങ്ങാണ്ടുണ്ട്. ഇത്രയും കൊല്ലം അതിന് എത്ര പേരാണ് പീഡിപ്പിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ അടുത്ത നാളിലാണത് മാറിപ്പോകുന്നേ ഉള്ളൂ. ആ ന്യൂസ് നമ്മൾ ഒത്തിരിയേറെ പേപ്പേഴ്സിലും അല്ലാതെ എല്ലാം നമ്മൾ ആ ന്യൂസ് ഭയങ്കരമായിട്ട് കേട്ട് നമ്മൾ ഇരിക്കുന്ന സമയമാണ്. അപ്പം നിങ്ങൾ ഓർത്തോണം, അന്ന് ആ കാരണവന്മാർക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഫോണിൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ അറിയില്ല, ഫോണിൽ വന്ന് കോള് അറിയില്ല. അന്ന് ആ പെൺകുട്ടിയുടെ കേസിൽ ഇത്രയേറെ പ്രോബ്ലംസ് ഉണ്ടായത്. നേരെ തിരിച്ച് ആ പേരൻസിന് ഇതിനെപ്പറ്റി അറിയാമായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഇച്ചിരിയും കൂടെ ആ കൊച്ചിനെ സേവ് ചെയ്യാൻ ആ പേരൻസിനെ കൊണ്ട് ആകുമായിരുന്നു. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇത് കേട്ട ഉടനെ എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് തോന്നിയത്. കാരണം ഇത്രയും ഒരു നല്ല ഒരു ഇതുപോലൊരു ആപ്ലിക്കേഷൻസ് ആൻഡ് ആഫ്റ്റർ ഓൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ടുള്ള കമൻസ് അല്ലാതെ നെഗറ്റീവായിട്ട്. ഇപ്പം ഞാൻ യൂട്യൂബിൽ ഒത്തിരി ഇതിനെപ്പറ്റി സെർച്ച് ചെയ്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഒത്തിരിയേറെ ആൾക്കാർ, ഞാൻ 2 മണിക്കൂർ ഒരാളോട് സംസാരിച്ചു, എനിക്ക് 280 രൂപ കിട്ടി, 450 രൂപ കിട്ടി, 500 രൂപ കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇന്ന് എന്നോട് വിളിച്ചപ്പം പറഞ്ഞ ആൾ പറഞ്ഞതാ,
ഞങ്ങൾ ഒരു ഇത്ര മണിക്കൂറിന് വേണ്ടിയിട്ട് മണിക്കൂറിന് ഇവർ പൈസ പേ ചെയ്തിട്ടാണ് ബോയ്സ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഒരു മണിക്കൂർ ഇത്ര സമയത്തിന് വേണ്ടിയിട്ട് ഒരു 50 രൂപ അടച്ചെന്ന് വെച്ചോ, നിങ്ങൾക്ക് അതിൽ നിന്ന് 18 രൂപ അല്ലെങ്കിൽ 20 രൂപയായിരിക്കും അവർ തരുന്നത്. അതായത് ചെറിയൊരു എമൗണ്ടേ കിട്ടുന്നുള്ളൂ. അതായത് 50 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 10 രൂപ തരും, ബാക്കി 40 രൂപ ഈ ആപ്ലിക്കേഷൻകാർക്ക് സേവിങ്സ് ആണ്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഇതുകൊണ്ട് ലാഭമാണ്. ഗേൾസിന് ഒരു ചെറിയ ഏണിങ്സും ആകും, എന്നാൽ ആപ്ലിക്കേഷൻകാർക്ക് നല്ലൊരു ഏണിങ്സ് പോലെ ആ ഒരു രീതിക്കാണ് ഇവരിത് മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഇതിനകത്ത് നല്ലപോലെ പൈസ ഇറക്കിയിട്ടാണ് ബാക്കിയുള്ള എല്ലാവരും ഫോൺ വിളിക്കുന്നത്. സോ എല്ലാവർക്കും തന്നെ ഇങ്ങനെയുള്ള ഓപ്പൺ ടോക്സിനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ഇത് അത്രയും നല്ലൊരു ആപ്പല്ല. ഞാൻ ഈ ആപ്പ് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ആരോടും ചോദിച്ചാൽ ആരും ക്ലീൻ ആയിട്ടൊരു ഒപ്പീനിയൻ അല്ല കറക്റ്റായിട്ടൊരു ആൻസർ ഇതിനകത്ത് പറഞ്ഞു തരില്ല. കാരണം ഒരു ആപ്ലിക്കേഷനാണ്, അതിൻ്റെ ഗ്രോത്ത് ആണ്, അത് അത്രയും നല്ല രീതിയിൽ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനും കൂടെ ആയതുകൊണ്ട് ആരും ഒന്നും പറയില്ല. സോ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരാളോട് പറഞ്ഞപ്പം ആ മനുഷ്യരെന്തോ എന്നോടൊരു ദയ തോന്നിയിട്ടായിരിക്കണം ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതല്ല, എനിക്ക് 2-3 കുട്ടികളുണ്ട്. അപ്പം അവർ ഫ്യൂച്ചറിൽ വളർന്നു വരുമ്പോൾ അവർ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് സൈഡാണോ അതിനുള്ളത് എന്ന് നമുക്കറിയാൻ പറ്റണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതും ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചതും. സോ അതുകൊണ്ട് അന്നേരം ആ ചേട്ടൻ പറഞ്ഞു, മോൾ അങ്ങനെ ഒരു റീസൺ വെച്ചിട്ട് മോൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് കാരണം മോള് ഇതും വെച്ചുകൊണ്ടിരുന്ന് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല, മോളെ കൊണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പോയിട്ട് ഇത് 2 ദിവസത്തേന് പോലും മോൾക്ക് ഇതാകുകയല്ല, മോൾ ഈ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കൊച്ചിത് ചെയ്യുന്നത്. ഈവൻ ഈ വിളിക്കുന്ന ഞാൻ പോലും ഈ ഓപ്പൺ ടോക്കിന് താല്പര്യമായിട്ടാണ് വിളിക്കുന്നത്, അല്ലാതെ വേറെ ഒരു രീതിയിലുള്ളതല്ല. പിന്നെ മോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഞാൻ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാണ്. ഇത് ഒരുമാതിരിപ്പെട്ട മക്കളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഈവൻ നിങ്ങളുടെ മക്കളുടെ ഫോൺ ഇഫ് യു ക്യാൻ ഒരിക്കലും നിങ്ങളുടെ മക്കളുടെ ഫോൺ ലോക്ക് ചെയ്ത് വെക്കാൻ ഒരു കാരണവശാലും ഒരു പാരൻസും അനുവദിക്കരുത്. അതുപോലെ ഈവൻ നിങ്ങളുടെ മക്കളുടെ ഫോണിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ, അവരിത് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ കറക്റ്റായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ പല പെൺപിള്ളേരും ഗേൾസും ഈ പഠിക്കാനും പുറത്തേക്കും ഒക്കെ പോയിരിക്കുന്ന ഗേൾസൊക്കെ ഉണ്ടല്ലോ. അപ്പം അവരുടെയൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഹസ്ബൻഡ്സ് ഉണ്ട് ഈ നാട്ടിൽ. അവർ അങ്ങനെയുള്ള പല ആൾക്കാരും ഒക്കെയാണ് കൂടുതലായിട്ടും ഈ ആപ്ലിക്കേഷൻസ് ഞാൻ കണ്ടിരിക്കുന്നിടത്തോളം കൂടുതലായിട്ടും എനിക്ക് തോന്നി 2 to 3 days കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം 5, 6, 7 പേരെ എങ്ങാണ്ട് വിളിച്ചിട്ടുള്ളൂ. അപ്പം ആ വിളിച്ചവരൊക്കെ പറഞ്ഞ കാര്യമാണ്. ഒരാളുടേത് എന്ന് വെച്ചാൽ എൻ്റെ വൈഫ് എബ്രോഡാണ്, ഞാനിവിടെ നാട്ടിലാണ്, വേറെ എനിക്ക് എന്നാ ചെയ്യാനാ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വൈഫ് എന്തോ ജോലിയായിട്ട് പോയിക്കുവാണ്. അപ്പോൾ അവൾ ജോലിക്ക് പോയി, ഞാൻ ചുമ്മാ ഇരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് വർക്ക് ഫ്രം ഹോമാണ്, ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ എന്നെ എടുക്കാനാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. അങ്ങനെ ഓരോരുത്തരുടേത് ഓരോ കേസ് കേട്ടാണ്. ബട്ട് ഈ ഒരു ഇതിൽ വരുന്നതിനേക്കാൾ കൂടുതലായിട്ടും ഇത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്തത് ഞാൻ കണ്ടതിൽ ആ പടം 2-3 പേർ കൂടിപ്പോയാൽ ഈ ഈ കല്യാണം കഴിഞ്ഞവർ വന്നിട്ടുള്ളൂ. ബാലൻസ് ഫുൾ എല്ലാവരും തന്നെ സ്റ്റുഡൻറ്റ് കാറ്റഗറിയാണ്, കോളേജ് സ്റ്റുഡൻസ് ആണ് മെയിനായിട്ട് ഞാൻ പറയുന്നത് കോളേജ് സ്റ്റുഡൻസ് ആണ് കൂടുതൽ. അതുപോലെ ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പെൺകുട്ടികളാണെങ്കിലും അതെ കോളേജ് സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാരണവന്മാർ നിർബന്ധമായിട്ടും മക്കളെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇത് മെയിൻലി ഇതിൻ്റെ അകത്ത് നടക്കണ കാര്യങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങളുടെ മക്കൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ മക്കൾ എങ്ങനെ പോകുന്നു. എനിക്കും ഉണ്ട് 2-3 കുഞ്ഞുങ്ങൾ. സോ അവരുടെ ഒരു ഭാവി ഇതും എല്ലാം നമ്മൾ കണക്കിലെടുത്ത് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. എല്ലാ കാരണവന്മാരും ജീവിക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്.
സോ മക്കൾ മുൻപോട്ട് പോകുമ്പം തെറ്റായ രീതിയിൽ പോകാതെ കറക്റ്റായിട്ട് നല്ലൊരു ഡയറക്ഷനിൽ അവർ ജീവിക്കാൻ നമ്മൾ അവരെ അതുപോലെ ട്രെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുവരണം. കാരണം അതുകൊണ്ടാണ് നമ്മുടെ ഈ ലോകത്ത് ഇത്രയും സൈബർ ക്രൈംസ് അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ആ കൊച്ചിനെ, ഒരു പെൺകുട്ടീനെ ഇത്രയും ആൾക്കാർ, ചെറിയ കൊച്ചാണ്, അതിനെ പീഡിപ്പിച്ചത് കണ്ടു. ഇപ്പം ഈ അടുത്തും വേറെ ഒരു റീസെൻ്റ്ലി നമ്മൾ ഇഷ്യൂസും കൂടെ കേട്ടായിരുന്നു. ഇങ്ങനെ എത്രമാത്രം ഇഷ്യൂസ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. സോ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ ഫോൺ യൂസ് ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ചേട്ടൻ പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഫോണും എടുത്തുകൊണ്ട് പഠിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് റൂമിൻ്റെ അകത്ത് കയറും. ഈ റൂം കയറി ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എന്താ കാണിക്കുന്നതെന്നുള്ളത് ഒരു കാരണവന്മാർക്കും അറിയില്ല. 100% കറക്റ്റാണ്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇപ്പം നമ്മുടെ ഈ കോവിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഒത്തിരി ഉണ്ടായിരുന്നു. സോ എല്ലാ പിള്ളേർക്കും തന്നെ സ്മാർട്ട് ഫോൺ ഉണ്ടാവും. കൊച്ചുങ്ങൾ 5ലും 6ലും പഠിക്കുന്ന പിള്ളേർ ഇതിൽ എന്താ കാണുന്നത്, എന്ത് വീഡിയോസാണ് കാണുന്നത്, ഒന്നും ആർക്കും അറിയില്ല. ഓക്കെ, സോ എല്ലാവരും പ്ലീസ്, എല്ലാവർക്കും ഇത് ഞാനത് എൻ്റെ ഇത് കൂട്ടാനോ ഇതിനോ ഒന്നും വേണ്ടിയിട്ടല്ല ഞാൻ പറയണത്. എല്ലാ കാരണവന്മാരും ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പം എല്ലാവരിലേക്കും എത്തിക്കണമെന്നും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് തരണമെന്നും ഭയങ്കരമായിട്ട് എനിക്കൊരു ആഗ്രഹം തോന്നി. കാരണം എന്നെപ്പോലെ ഉള്ള പല അമ്മമാരും കാണും. അപ്പം അവർക്ക് ഇത്രയും നമുക്ക് ആർക്കും ഒരു നോളജ്, ഇപ്പം ഞാൻ പറയാം, ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി ഞാൻ അറിയാൻ പോയില്ല. എൻ്റെ ഹസ്ബൻഡിനും അത്രയും കാര്യമാക്കിയില്ല. നമ്മൾ നോർമലി ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളതുപോലെ നിന്നു. പിള്ളേർ കുറച്ച് കാലം വളർന്നു വന്നു, പിള്ളേർ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അവരെന്താ ചിന്തിക്കുന്നത്, അവരെന്താ കാണുന്നത് എന്നൊന്നും നമുക്കറിയില്ല. സോ നമ്മൾ ഈ അടുത്തും കേട്ടതാണ്, സഹോദരൻ തന്നെ സഹോദരീനെ ഗർഭിണിയാക്കി എന്നൊക്കെ നമ്മൾ അങ്ങനെയുള്ള പല വാർത്ത. കുഞ്ഞുങ്ങൾ ഈ ഒരു രീതിക്ക് പോകുമ്പം അവർ ഏതൊരു കണ്ണിക്കൂടെ ആരെയൊക്കെ എങ്ങനെയൊക്കെ കാണുന്നു എന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത കാലഘട്ടമാണ്. കാരണം അവരുടെ കൊച്ചു മനസ്സാണ്, അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെന്ന് കഴിയുമ്പം കുട്ടികൾ ഏത് രീതിയിലേക്കാണ് വളർന്നു വരുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തിട്ട് ഇത്രയും സമയം കളഞ്ഞ്, ഇന്ന് സൺഡേ ആണ്, എനിക്ക് ഭയങ്കര ബിസി ആയിട്ടുള്ള ഡേ ആണ്. ഉച്ചയാകുമ്പോഴത്തേനും വരുമ്പോൾ എനിക്ക് അതുപോലെ തിരക്കുള്ള ദിവസമാണ്. ബട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ വരെ മാറ്റി വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്യുന്നതിന് കാരണം ഇത് ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ ഞാൻ കേട്ട് കഴിഞ്ഞപ്പം അത്രമാത്രം എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് എന്താ പറയുക, മനസ്സിലൊരു വിഷമം തോന്നി, എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. ഇത് ഇങ്ങനെ ഞങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈവൻ ഫേസ്ബുക്ക് ആട്ടെ ഇൻസ്റ്റാഗ്രാം ആട്ടെ ഇതൊക്കെ യൂസ് ചെയ്ത് വഴിവിട്ട ബന്ധത്തിലേക്ക് പോകുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വന്ന് ഇതിവർ പറയുമ്പം തന്നെ പറയുന്നില്ല, നമുക്ക് ഒത്തിരി ഫ്രണ്ട് മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ശരിക്കും ഇത് അങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട് മാരീഡ്, ലവ് ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതൊക്കെയുണ്ട്. നമ്മൾ ഗീവ് അഡ്വൈസ് ആൻഡ് ട്രെയിനിങ് ടു ബോയ്സ് എന്നും പറഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. പക്ഷേ അഡ്വൈസും ട്രെയിനിങ്ങും എന്നൊക്കെ അതിനകത്തുള്ളൂ. പക്ഷേ അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ വേറെ, നടക്കുന്ന പല കാര്യങ്ങളും അത്രയും കൊള്ളത്തില്ലാത്ത മോശപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്ലീസ് പേരൻസ് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ, ഇങ്ങനെ ഒരു ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുക. അതുപോലെ ഓരോരുത്തർ പറഞ്ഞ കാര്യമാണ്, കാരണവന്മാർ പോലും അറിയാതെ മക്കൾ കൂടുതലായിട്ടും പൈസ ഫോണിലേക്ക് റീചാർജ് ചെയ്യാനും അനാവശ്യമായിട്ട് മക്കൾ പൈസ ഉപയോഗിക്കുന്ന രീതിയൊക്കെയാണ്. അതുകൊണ്ട് വിദേശത്തോ സ്വദേശത്തോ എവിടെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന കാരണവന്മാരാണെങ്കിലും ഇഷ്ടംപോലെ ഉള്ളവരാണെങ്കിലും ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോയി എന്തെങ്കിലും ഒരു കേസിൽ പെട്ട് അവരുടെ ഫ്യൂച്ചർ പോയാൽ നിങ്ങൾ ഈ ഉണ്ടാക്കുന്നത് മുഴുവനും വെറുതെയാണ്. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ മക്കളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവർ പൈസ ഒക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്, അവരത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെങ്ങനെ ഉപയോഗിക്കുന്നു, ഏത് രീതിക്ക് അവർ ഉപയോഗിക്കുന്നു, ഏതൊക്കെ ടൈപ്പിൽ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ അത് ചെലവഴിക്കുന്നു, പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ അത് അവർ യൂസ് ചെയ്യുന്നത് എന്ന് എല്ലാ കാരണവന്മാരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ആരും ഇതിനൊരു ഉപേക്ഷ വരുത്തരുത്. ഇത്രയൊക്കെ ഉള്ളൂ എന്ന് എൻ്റെ വീഡിയോ. ഇപ്പം ബൈ ബൈ, ടേക്ക് കെയർ.